അതായത് RSSൻ്റെ ഒരു പ്രചാരകനായിട്ട് ഹോൾ ടൈമറായിട്ട് ഒരു പ്രചാരകനായി പോയിട്ടുള്ള ആൾ കേരളത്തിൽ പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മനപരിവർത്തനം വന്നു. മനപരിവർത്തനം വന്നിട്ട് ഒരു RSSൻ്റെ മുൻ നേതാവിനോടൊപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. കാണണമെന്ന് ആഗ്രഹം പഠിപ്പിച്ചു. അങ്ങനെയാണ് കൂട്ടി വന്നത്. അപ്പോൾ അന്ന് വരുമ്പോൾ വളരെ ഗോപ്യമായിട്ട് വരണമല്ലോ. അതെ അതെ അതെ. പുലർച്ചെയാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമയം അനുവദിച്ചത്. അപ്പോൾ വെളുക്കുന്നതിന് മുമ്പേ, നേരം വെളുക്കുന്നതിന് മുമ്പേ ഓഫീസിലെത്തി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ആളുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഒന്നും അനങ്ങുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ കാണാൻ വന്നതാണ്, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം താഴോട്ട് നോക്കുന്നു, പിന്നെ എൻ്റെ മുഖത്ത് നോക്കുന്നു, ഒന്നും അനങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് അയാളെ യാത്ര അയച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന ഘട്ടമാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ ഒരു ലോക്കൽ സമ്മേളനം. അപ്പോൾ കോട്ടയം കണവക്കൽ എവിടെയാണ്, ഏത് മലബാറിലെ കോട്ടയം കണവക്കൽ അവിടെയാണ് ലോക്കൽ സമ്മേളനം. അപ്പോൾ അന്ന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 2 പേരുണ്ട് പുറത്ത് വന്നിട്ട് എന്ന് പറഞ്ഞു. 4-5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ ഞാൻ ചോദിച്ചു അന്ന് നിങ്ങളെന്തേലും ഒന്നും സംസാരിക്കാതിരുന്നത്? അപ്പോൾ പറഞ്ഞു എൻ്റെ ഹൃദയമിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാരം അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഈ ചെറുപ്പക്കാരൻ്റെ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞു അത് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതേവരെ നിങ്ങളെ കാണാൻ വരുന്ന അവസരത്തിലും കാണണം എന്ന് തീരുമാനിച്ച അവസരത്തിലുമൊക്കെ എൻ്റെ മനസ്സിൽ ഇതുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാനും സംസാരിക്കാനും കഴിയും എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നത്. പക്ഷെ അവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ, എൻ്റെ മനസ്സിൽ വേരൂന്നിയിട്ടുള്ള പഴയ പ്രതീതി, ആ പ്രതീതി എനിക്ക് ഓർമ്മ വന്നു. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നീട് സംസാരിച്ചു. അദ്ദേഹം CPMൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു.